ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ബീൻസ് പൊരിയലാണ്. അതിന് ഞാൻ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഒരു കുരുമുളകും നിറയെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു രസമുണ്ട്. എന്താ ചീനിച്ചട്ടി ചൂടാകാൻ വയ്ക്കുക. ചൂടായ ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായിട്ടുണ്ട്. ഞാൻ ബീൻസും കുറച്ച് ചെറുപ്പരിപ്പായിട്ട് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പിടി ഒരു ചെറിയൊരു കയ്യിൽ ചെറുപരിപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് ബീൻസ് പൊടിയായി അരിഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ഒന്ന് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട ശേഷം എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട ശേഷം കുറച്ച് കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ട് കടലപ്പരിപ്പ് കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. കുറച്ച് കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ്, ഒരു വറമുളക് പൊട്ടിച്ചിടാം. കുറച്ച് കരുവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളകും 4 പച്ചമുളകും ഒരു 5 വെളുത്തുള്ളിയായിട്ട് ചതച്ച് വെച്ചതാണ്. കരുവേപ്പില ഇട്ട് വറമുളക് ഇട്ട് കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരേക്ക് ഒന്ന് വറുത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി വറുത്ത് കൊടുത്തിട്ട് നന്നായി ചൂടായി വറന്ന് വന്നു. നമുക്ക് വേവിച്ച് വെച്ച ബീൻസ് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര ബീൻസ് എങ്ങനെയാ വെച്ചാൽ അതിൻ്റെ അനുസരിച്ചിട്ട് മുളക് ഇട്ട് കൊടുക്കാം, ചെറുപരിപ്പ് ഇട്ട് കൊടുക്കുക, ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവർക്ക് ഒന്ന് ഗ്യാസ് താത്തി വെച്ചിട്ടുണ്ട്. ഒന്ന് കൂട്ടി വെക്കാം. കൂട്ടി വെച്ച ശേഷം വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞു. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇത് നമുക്ക് രസം എങ്ങനെ വെക്കണമെന്ന് നോക്കാം. പൂണ്ട് രസം, വെളുത്തുള്ളി രസം. നമ്മുടെ പൊരിയിൽ റെഡിയായി. ഞാൻ ഇവിടേക്ക് മാറ്റി വയ്ക്കുന്നത് നല്ല സൂപ്പറായിട്ടുള്ള ബീൻസ് പൊരിയൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മാറ്റിയിട്ട് ചട്ടി വയ്ക്കാം. ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായ ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ, ഒരു 2 സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇത് ആയ ശേഷം കടുക് ഇട്ട് കൊടുക്കാം. ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് കടുക് ഇട്ടിട്ടുണ്ട്. ഞാൻ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുതിർത്തിയിട്ട് ഒരു നല്ല പഴുത്ത തക്കാളി ഇതിലിട്ടിട്ടുണ്ട്. കുതിർത്തി പിഴിഞ്ഞ് എടുത്തതാണ്. കുറച്ച് നമുക്ക് രസം എത്ര വേണ്ട വെച്ചാൽ അതുമാതിരി നമുക്ക് എല്ലാം എടുക്കാം. ഒരു പച്ചമുളക്, 2 പച്ചമുളകും ഒരു വറമുളകും കുറച്ച് ഉള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് തോലൊന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ചതച്ച് വെക്കുക. കുറച്ച് കരിവേപ്പില മല്ലിയൊക്കെ ഉണ്ട്. കുരുമുളകും ജീരകവും ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചതാണ്. കടുക് പൊട്ടിയ ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും വറമുളകും ഒക്കെ ചതച്ചത് ഒന്ന് ഇട്ട് കൊടുക്കാം. പച്ചമുളക് 2ആയി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വറമുളകും പൊട്ടിച്ചിട്ടുണ്ട്. ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം ഈ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് മുഴുവൻ ഒന്ന് തീ കുറച്ച് വയ്ക്കുക. നന്നായിട്ട് കളറൊക്കെ മാറണം. നന്നായി ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്ന് തീ നന്നായി കുറച്ച് വെച്ച ശേഷം 1 സ്പൂണ് കുരുമുളക് ചതച്ചത്, 1 സ്പൂണ് ജീരകം ചതച്ചത്, കുറച്ച് കരിവേപ്പില ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഈ പുളിവെള്ളം ഒന്ന് ഒഴിച്ച്, ഒരു തക്കാളി വലിയ തക്കാളി പഴുത്തത്
കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. രസം എത്ര വേണ്ട വെച്ചാൽ അതേമാതിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. തീ ഒന്ന് കൂട്ടി വെക്കാം. ഒന്ന് കൂട്ടി വെച്ച ശേഷം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ സാമ്പാർ പൊടി പൊടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ആ സാമ്പാർ പൊടി 1 സ്പൂൺ ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പെരുങ്കായപ്പൊടി, കുറച്ച് പെരുങ്കായപ്പൊടി ഇടും. എന്നിട്ട് ഇളക്കി കൊടുത്ത ശേഷം നല്ല തിള വരുന്ന സമയത്ത് നമുക്ക് അതൊന്ന് പൊന്തി വരാൻ പാടില്ല. ഒന്ന് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഒരു പതമാതിരി വരും. അപ്പോൾ അതിന് ഓഫാക്കി കൊടുക്കാം. ഈ സമയത്ത് എരിവ് ഉപ്പൊക്കെ ഒന്ന് തട്ടണമെന്ന് നോക്കുക. എന്നിട്ട് പോരെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. നോക്കിയ ശേഷം നമുക്ക് പോരെങ്കിൽ കുരുമുളക് ഉണ്ട്, ഒരു പച്ചമുളക് ഉണ്ട്, ഒരു വറമുളക് ഇട്ടിട്ടുണ്ട്. ഒന്ന് തിളയ്ക്കണം. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയുള്ളൂ. ഉപ്പ് എരിവൊക്കെ കറക്റ്റാണ്. ബീൻസ് പൊരിയൽ നന്നായിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. ചൂട് ചോറിൽ നിറയെ രസം ഒഴിച്ചിട്ട് ചോറുണ്ണ. ബീൻസ് പൊരിയലൊക്കെ കൂട്ടി ഒരു പപ്പടം. നമുക്ക് രസം എങ്ങനെ നോക്കാം. രസം അങ്ങനെ തിളയൊക്കെ വരാറായി. നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എത്ര മല്ലിയില ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും, നല്ല മണം ഉണ്ടാകും. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കും. ഒരു സ്പൂൺ, ചെറിയൊരു സ്പൂണിൽ 1 സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചാൽ നല്ല രുചി ഉണ്ടാകും. രസത്തിന് നാരങ്ങയൊക്കെ ഒഴിച്ചാൽ. അങ്ങനെ നമ്മുടെ രസം റെഡിയായി, തിളയ്ക്കാറായി. പിന്നെ കൂടെ വേണമെങ്കിൽ കുറച്ച് ഒരു കഷ്ണം വെല്ലം ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ രസവും ബീൻസ് പൊരിയലും റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നിറയെ രസം ഒഴിച്ചിട്ട് വേണം കഴിക്കാൻ. ഞാനിത് അടച്ച് വെക്കുന്നുണ്ട്. ഇത് ഓഫാക്കുക. നല്ല ചൂട് ചോറും നിറയെ രസമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഊണ് കഴിക്കാം. എല്ലാം റെഡിയായി, പൊരിയൽ റെഡിയായി, രസം റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടല്ലേ, രസം ഞാൻ അടച്ച് വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് നന്നായി പൊന്തി പോകാൻ പാടില്ല. തിളച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. പൊന്തി വന്ന നമ്മുടെ ബീൻസ് റെഡി ആയിട്ടുണ്ട്, രസം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാകുമ്പോൾ സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.